ബി ജെ പി റോഡ് ഷോ ആയിട്ടുണ്ടോ? കുട്ടിക്കലാശം ഏത് രീതിയിൽ കളറാക്കാനാണ് ബി.ജെ.പിയുടെ ആലോചന, എൻ.ഡി.എയുടെ ആലോചന? സുഹൈൽ. ആഷ്മി, തകർത്ത് തിമിർത്ത് കലാശക്കൊട്ട് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെയും തീരുമാനം. മറ്റു സ്ഥാനാർത്ഥികൾ വഴിക്കടവോട്ട് 17 കിലോമീറ്റർ താണ്ടി നിലമ്പൂരിലെത്തി കലാശക്കൊട്ട് നടത്തുമ്പോൾ ബി.ജെ.പി നേരത്തെ തന്നെ ആ പ്രചാരണ റാലി തുടങ്ങി. ബി.ജെ.പി സ്ഥാനാർത്ഥി അരമണിക്കൂർ മുമ്പേ തന്നെ കലാശക്കൊട്ടിന്റെ ഏറ്റവും ആവേശകരമായ പോയിന്റിൽ, എൻ പോയിന്റിൽ ഇപ്പോൾ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പ്രവർത്തകർ ഈ ഇടമാകെ തിരകളടിക്കുന്ന പോലെ അവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ബി.ജെ.പിയുടെ കൊടിതോരണങ്ങൾ കാണാം, ബലൂണുകൾ കാണാം. ആവേശത്തിലേറിയിരിക്കുകയാണ് പ്രവർത്തകരെല്ലാം. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഈ മൂന്ന് മുന്നണികളുടെയും കലാശക്കൊട്ട് എന്ന് പറയുന്നത് ഈ മിൽമ ബൂത്ത് തൊട്ട് പോലീസ് പടി വരെയുള്ള ഒരു 100-150 മീറ്റർ സ്ട്രെച്ചിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണികൾക്കും കൃത്യമായ ബാരിക്കേഡുകൾ നിർത്തി അതിർത്തി കാണിച്ച് നൽകിയ ശേഷം മാത്രമാണ് കലാശക്കൊട്ട് നടക്കുന്നത്. ചെറിയ ഗ്യാപ്പ് മാത്രമാണ് ഓരോ മുന്നണിയിലും കലാശ പോയിന്റുകളിൽ നിന്ന് മറ്റൊരു കലാശ പോയിന്റുകളിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബാരിക്കേഡ് ഉണ്ടല്ലോ, ആ ബാരിക്കേഡാണ് പ്രചാരണ ആവേശത്തിന്റെ അവരുടെ ആവേശം തിരയടിക്കുമ്പോൾ അതിർത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ, ഈ ആവേശം അത് മറ്റു പ്രവർത്തകരിലേക്കും കയ്യാങ്ങളിലേക്കും മാറാതിരിക്കാൻ വലിയ സന്നാഹമുണ്ട്. ബി.ജെ.പിയുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിലേക്ക് വന്നാൽ തന്നെ വൈകിയെത്തിയ സ്ഥാനാർത്ഥിയാണ്. എന്നിരുന്നാലും കളന്നറിയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളും പര്യടനം നടത്തിയിട്ടുണ്ട്. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി അടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും പര്യടനം പൂർത്തിയാക്കി. ദേശീയ നേതാക്കളെത്തി, സുരേഷ് ഗോപി അടക്കമുള്ള സെലിബ്രിറ്റികളെത്തി. എപ്പോഴും വോട്ട് ചോദിച്ചത് വികസനം മുൻനിർത്തി മാത്രമായിരുന്നു. അങ്ങനെ ഒട്ടും പിന്നോട്ടല്ല ബി.ജെ.പി തെളിയിക്കുന്ന രീതിയിൽ പ്രചാരണാവേശം നമ്മൾ തുടക്കത്തിലെ കണ്ടതാണ്. അതിന്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മറ്റു മുന്നണികളോട് കിടപിടിച്ച് മത്സരാവേശത്തിൽ ഒട്ടും പിറകോട്ടല്ല എന്ന് പറയത്തക്കവണ്ണം തന്നെ പ്രചരണം അത് ആഘോഷമാക്കുകയാണ്, അത് അടിച്ചു പൊളിക്കുകയാണ്. ന്യൂ ജനറേഷൻ വാക്കിൽ പറഞ്ഞാൽ ഇവിടെ ആകെ വൈബ് ഓണാണ് തന്നെ തികച്ചു പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കരഘോഷങ്ങളുണ്ട്, DJ പാർട്ടികളുണ്ട്, ഒപ്പം കൊടിതോരണങ്ങളുണ്ട്, ബലൂണുകളുണ്ട്. പ്രവർത്തകരെല്ലാം വാഹന റാലിയായി തന്നെയാണ് ഇവിടെ എത്തിയത്. ഇനിയും ഇവരുടെ പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ കൊടുമ്പലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൻ പോലീസ് സന്നാഹം. എല്ലാ പ്രചാരണാവേശവും അതിന്റേതായ ഒരു മിതം വേണം, അതിന്റേതായ രീതിയിൽ അത് ഒതുങ്ങേണ്ടതുണ്ട്. അതിലപ്പുറത്തേക്ക് പ്രകോപിതരാവാതെ, അതിലപ്പുറത്തേക്ക് കയ്യാങ്ങളിൽ പോകാതെ ആദർശ രാഷ്ട്രീയവും അതിന്റെ പ്രചാരണാവശ്യത്തിലേക്ക് എത്തുമ്പോൾ അതിലും ഒരു സമാധാന അന്തരീക്ഷം തീർക്കാനുള്ള ബാധ്യത കൂടി എല്ലാ മുന്നണികൾക്കുമുണ്ട്. അത് ഉറപ്പിക്കാൻ പോലീസ് അടക്കമുള്ള വലിയ സന്നാഹങ്ങൾ മാഷ്മി ഇവിടെയുണ്ട്. അല്പം സമയം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ കളറുള്ള, കൂടുതൽ മികവാർന്ന ദൃശ്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 100-150 മീറ്റർ സ്ട്രെച്ച് നീളുന്ന നിലമ്പൂരിന്റെ ഈ റോഡ് പാത, ഈ നിരത്തുകൾ കേരളത്തിന്റെ നിരത്തുകളായി, കേരളത്തിന്റെ കണ്ണുകളായി ഒരു 2 മണിക്കൂറോളം മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഹഷ്മി, രാഷ്ട്രീയ കേരളം ഒരുപോലെ നിലമ്പൂരിൽ പോയ 21 ദിവസങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തമ്പടിച്ച് നടത്തിയ പ്രചരണത്തിനാണ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. സമയം 2:30 ആകുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നുള്ളത്. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ആവേശം വാനോളമാണ്. ആവേശം അതിന്റെ പരകോടിയിലാണ്. പരമാവധി വോട്ടുറപ്പിക്കാൻ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നെട്ടോട്ടത്തിൽ നിൽക്കുന്ന മണിക്കൂറുകളാണ്. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഞങ്ങളുടെ ശക്തി എന്താണ് എന്ന് കേരളത്തോട് പ്രഖ്യാപിക്കാൻ നടത്തുന്ന ശക്തി പ്രകടനം അത് കുട്ടിക്കലാശമായി മാറുകയാണ്. അല്പസമയത്തിനകം കുട്ടിക്കലാശം അതിന്റെ പൂർണ്ണ ശക്തി പ്രാപിക്കും. അങ്ങനെ ഈ പറയുന്ന ആവേശം അതിരുവിടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അടിപൊട്ടാതിരിക്കാൻ പോലീസ് ഉറപ്പായും അവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. സുരക്ഷ ഒരുക്കണം. കാര്യം ആവേശത്തിന്റെ പരമാവധി എന്താണ് അടി എന്നതിനർത്ഥമില്ല. അടിപൊട്ടാതിരിക്കേണ്ട എവിടെയും.